അധികാരത്തിന്റെ ഊതിവീർപ്പിച്ച കുമിളകളെ കുത്തിപ്പൊട്ടിക്കാൻ ചിലരുണ്ടാകണം എന്നത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം എഴുത്തുകാരി കെ.ആർ. മീരയ്ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ കുട്ടിയുടെ ധീരത മീരയുടെ എഴുത്തുകളിൽ അന്തർലീനമാണ്. സമൂഹത്തിന്റെ അസമത്വങ്ങളും വിവേചനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ മീരയുടെ എഴുത്തുകൾ വായിക്കപ്പെടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 25,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. വൈകിയെത്തിയതിൽ മാപ്പു ചോദിച്ചുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. കുന്നത്തൂർ PM പാലസിൽ നടത്തിയ ചടങ്ങിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ, NK അക്ബർ MLA, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ, ഉമ്മർ അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അട്ടിമറികൾ നടത്തിക്കൊണ്ട് തന്നെ സമൂഹത്തിലെ അസമത്വങ്ങളും വിവേചനങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കൃതികൾ എന്ന നിലയിൽ തന്നെ നമുക്ക് മീരയുടെ എഴുത്തുകളെ വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വളരെ കൗതുകപൂർവം ഊതി വീർപ്പിച്ച ചില അഹന്തകളുടെ കുമിളകളെ കുത്തി പൊട്ടിക്കുന്ന ഒരു കുട്ടിയുടെ ധീരത അതിൽ അന്തർലീനമാണ്, അല്ലേ? രാജാവ് നഗ്നനാണ് എന്ന് പണ്ട് വിളിച്ചു പറഞ്ഞതൊരു കുട്ടിയാണല്ലോ. അപ്പോ ചിലരൊക്കെ അങ്ങനെ ഉണ്ടാകണം. അധികാരത്തിന്റെ ഈ ഊതി വീർപ്പിച്ച ചില ഘടനകളെ കുത്തിപ്പൊട്ടിക്കാനായിട്ട് ചിലരുണ്ടാവണം എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അത്തരം ചുമതലകൾ നിർവഹിച്ച് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. സാഹിത്യലോകത്ത് കൊടിക്കുത്തിവാണ ആണഹന്തയിൽ നിന്ന് സാഹിത്യത്തെ പിടിച്ചുവാങ്ങിയ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയെന്ന് കെ.ആർ. മീര അഭിപ്രായപ്പെട്ടു. പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അവർ. വൈകിയെത്തിയ മന്ത്രിയോടും MLAയോടും നർമ്മത്തിൽ കലർന്ന ഭാഷയിൽ പ്രതികരിച്ചാണ് കെ.ആർ. മീര മറുപടി പ്രസംഗം നടത്തിയത്. തന്റെ സ്ഥാനത്ത് കമലാദാസ് ആയിരുന്നെങ്കിൽ വേദിയിൽ ഉപഹാരം സ്വീകരിക്കാൻ വൈകിയെത്തിയവർക്ക് അവസരമുണ്ടാവില്ലെന്ന് മീര പറഞ്ഞു. കമലാദാസ് അല്ലെങ്കിൽ കമലാ സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ ഞാൻ റൂഡായിട്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്, ഒരു മന്ത്രിയും വൈകി വരാൻ ധൈര്യപ്പെടുകയില്ല. മിനിസ്റ്റർ പറഞ്ഞല്ലോ, എഴുത്തുകാരികളെ സാധാരണ പിന്നാമ്പുറത്താണ് ആളുകൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലത്തും എൻ്റെ അതേ പ്രായത്തിലുള്ളൊരു പുരുഷനാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മോശമായിട്ട് വിചാരിക്കരുത്, എനിക്കറിയാം ഒരു മന്ത്രിയുടെ തിരക്കുകൾ എനിക്കറിയാം. തീർച്ചയായിട്ടും മനഃപൂർവ്വം അല്ല വൈകി വന്നതെന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുകയാണ്, സാധാരണ രീതിയിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പുരസ്കാരവും ഏറ്റവും കൂടുതൽ തന്നെ സങ്കടപ്പെടുത്തുന്ന പുരസ്കാരവും കൂടിയാണ് ഇത്. കമലാസുരയുടെ എഴുത്തുകൾ ഒരു ധൈര്യമായി തന്നെ വഴി നടത്തുമ്പോൾ കമലാസുരയ എന്ന മാധവിക്കുട്ടി ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ ഒട്ടും ഇഷ്ടമില്ലെന്നും മീര കൂട്ടിച്ചേർത്തു. ഞാൻ മാധവിക്കുട്ടി എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് പുന്നേർകുളം ആയതുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിക്കുകയാണ്. കമലാസുരയ്യാണ്. കമലാസുരയ്യ എന്ന പേര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മലയാളത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സകലവിധ സങ്കുചിത ചിന്തകളും മതവർഗീയ ജാതി കുനിഷ്ടുകളും അടക്കി വാഴുന്ന ഒരു പ്രദേശമായ കേരളത്തിൽ ജനിച്ചു വളർന്ന്, അതും ആ കാലത്ത് ജനിച്ചു വളർന്ന് 19 വയസ്സിൽ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച്. മതത്തിന്റെ പേരിലായാലും സാഹിത്യത്തിന്റെ പേരിലായാലും കമലാസുരയ്യ എന്ന പേരെടുത്തു മാറ്റാൻ നമുക്ക് അവകാശമില്ല. പുന്നേർകുളത്തായതുകൊണ്ട് മാത്രമാണ് പുരസ്കാരത്തിൽ മാധവിക്കുട്ടി പുരസ്കാരം എന്ന് പറയുമ്പോൾ താനും ആ പേര് ഉപയോഗിക്കുന്നതെന്നും അവർ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നേർകുളം.